എല്ലാവർക്കും ശരത് മാത്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PDTNM, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ്, ട്രാൻസ്ഫോംസ് ആൻഡ് ന്യൂമറിക്കൽ മെത്തേഡ്സ്. അപ്പോൾ ആദ്യത്തെ രണ്ട് മൊഡ്യൂൾസിൽ നമുക്ക് പഠിക്കാനുള്ളത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് ആണ്. പിന്നെ 3ഉം 4ഉം മൊഡ്യൂൾസിൽ നമുക്ക് ട്രാൻസ്ഫോംസ് ആണ് പഠിക്കാനുള്ളത്. രണ്ട് ട്രാൻസ്ഫോംസ് പഠിക്കാനുണ്ട്, ലാപ്ലേസ് ട്രാൻസ്ഫോം ആൻഡ് ഫൊറിയർ ട്രാൻസ്ഫോം. ദെൻ അവസാനത്തെ രണ്ട് മൊഡ്യൂളുകളിൽ നമുക്ക് ന്യൂമറിക്കൽ മെത്തേഡ്സ് ആണ് പഠിക്കാനുള്ളത്. അപ്പം രണ്ട് മൊഡ്യൂൾസ് വെച്ചാണ് പോകുന്നത്. ആദ്യത്തെ രണ്ട് മൊഡ്യൂൾസിൽ പ്രോബബിലിറ്റി, അതിനുശേഷമുള്ള രണ്ട് മൊഡ്യൂൾസിൽ ട്രാൻസ്ഫോംസ്, അതിനുശേഷമുള്ള രണ്ട് മൊഡ്യൂൾസിൽ ന്യൂമറിക്കൽ മെത്തേഡ്സ്. അപ്പോൾ നമ്മൾ ആദ്യമേ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന മൊഡ്യൂൾസ് ആദ്യത്തെ രണ്ട് മൊഡ്യൂൾസ് ആണ്. വളരെ ഈസിയാണ്, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് സ്കോർ ചെയ്യാൻ പറ്റും. നമുക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് തന്നെ ഈ ആദ്യത്തെ രണ്ട് മൊഡ്യൂൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ തീർക്കും. സോ ഇപ്പോൾ മാക്സിമം എക്സാം എഴുതുന്ന സ്റ്റുഡൻസിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാക്സിമം സ്റ്റുഡൻസിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ അവർക്കെല്ലാം ഉപകാരപ്പെടുന്ന ക്ലാസ്സസ് ആയിരിക്കും എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. സോ അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നല്ല തിയററ്റിക്കൽ കൺസെപ്റ്റ്സ് ഉണ്ട്, കുറെ ഇക്വേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ആദ്യത്തെ രണ്ട് മൊഡ്യൂൾസിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് എന്തൊക്കെ ഇക്വേഷൻസ് ആണ് പഠിക്കേണ്ടത്, എന്തൊക്കെ തിയററ്റിക്കൽ കൺസെപ്റ്റ്സ് ആണ് പഠിക്കേണ്ടത്, അതാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു ക്ലാസ്സിലൂടെ, ഈ ഒരു ഒറ്റ ക്ലാസ്സിലൂടെ ആദ്യത്തെ രണ്ട് മൊഡ്യൂൾസിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ, തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ A to Z നിങ്ങൾ പഠിച്ചു കഴിയും. കാരണം ഇത് രണ്ടും കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റും, നമുക്ക് വളരെ ഈസി ആയിട്ട് കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ആ ഒരു കമ്പാരിസൺ സ്റ്റഡിയിലൂടെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ആദ്യത്തെ രണ്ട് മൊഡ്യൂളിൽ എന്തൊക്കെ കാര്യങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത് അത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കാൻ പറ്റും. അതിനുശേഷം അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോബ്ലംസും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെറിവേഷൻസും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിന്റെ ഒരു ബേസ് വേണമല്ലോ. അപ്പൊ ഈ ഒരു ക്ലാസ്സിലൂടെ ആദ്യത്തെ രണ്ട് മൊഡ്യൂൾസിൽ എന്തൊക്കെ അറിഞ്ഞിരിക്കണോ ആ അടിത്തറ നമ്മൾ സ്ട്രോങ് ആക്കും. പിന്നെ ഏത് പ്രോബ്ലം വന്നാലും നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സോ അപ്പൊ മൊഡ്യൂൾ 1-ൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, അപ്പൊ ആദ്യമേ തന്നെ നമുക്ക് മൊഡ്യൂൾ 1 ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഒരു സൈഡിൽ രണ്ട് സൈഡിലായിട്ട് പോകാം. ഇവിടെ നമുക്ക് മൊഡ്യൂൾ 1-ൽ എന്തൊക്കെ അറിഞ്ഞിരിക്കണം നോക്കാം. ഇവിടെ നമുക്ക് മൊഡ്യൂൾ 2-ൽ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം നോക്കാം. ഓക്കെ, അപ്പൊ മൊഡ്യൂൾ 1-ൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഡിസ്കസ് ചെയ്യാനുള്ളതെന്ന് പറയുന്നത്, മൊഡ്യൂൾ 1-നകത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ ഷോർട്ട് ഫോം ആയിട്ട് DRV എന്ന് പറയും, DRV. അപ്പം ബേസ് നല്ല തറവായിരിക്കണം. ദെൻ സെക്കൻഡ് മൊഡ്യൂൾ നമുക്ക് പഠിക്കാനുള്ളത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്. കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ, ഇതിനെ കുറിച്ചാണ് നമുക്ക് സെക്കൻഡ് മൊഡ്യൂൾ പഠിക്കാനുള്ളത്. CRV എന്ന് പറയും, CRV. അപ്പം DRV എന്ന് കാണുമ്പോൾ തന്നെ അത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. CRV എന്ന് പറയുമ്പോൾ എന്താണ്? കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. അപ്പൊ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ നിങ്ങൾ +2-ൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസിന്റെ റിലേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസ്. കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ് നമ്മൾ പുതിയതായിട്ട് പഠിക്കുന്ന കാര്യം. സോ അപ്പൊ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു x ഉണ്ട്, അതിന്റെ പ്രോബബിലിറ്റി P of x. നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ എന്നൊക്കെ പറയും, P of x. അപ്പൊ നമ്മൾ ഇവിടെ x0, x-ന്റെ നമ്പർ ഓഫ് ഒക്കറൻസ് 2, then 3, then അങ്ങനെ പോയി നമുക്ക് n വരെ എഴുതാം. ഈ ഒരു ടേബിൾ നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കണ്ടിട്ടുണ്ട്. എക്സാമിനേഷനൊക്കെ നിങ്ങൾ വളരെയധികം യൂസ് ചെയ്യുന്ന സംഭവമാണ്. അതിന്റെ പ്രോബബിലിറ്റീസ് നമുക്ക് P1, P2, നമുക്ക് 1, 2, 3 കൊടുക്കാം കേട്ടോ. 0, 1, 2, 3 അങ്ങനെ പോട്ടെ. 0, 1, 2, 3. then അതിന്റെ പ്രോബബിലിറ്റീസ് P2, P3, P4 അങ്ങനെ പോയി Pn വരെ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പം അതേപോലെ തന്നെ പക്ഷേ ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ, നമുക്ക് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാക്കണം. കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ക്വസ്റ്റിനകത്ത് ഒരു ഫംഗ്ഷൻ ആയിരിക്കും തന്നിട്ടുള്ളത്. ഒരു f of x എന്ന് പറയുന്ന ഫംഗ്ഷൻ ആയിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഒരു ഫംഗ്ഷൻ മാത്രമായിട്ട് തരുമ്പോഴത്തേക്കും, അതായത് x-ലുള്ള ഒരു ഫംഗ്ഷൻ ആയിട്ട് തരുമ്പോൾ അത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ റിലേറ്റ് ചെയ്യുന്ന കാര്യമാണ്. ഇതേപോലെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് എഴുതിയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആയിട്ട് റിലേറ്റ് ചെയ്ത കാര്യമാണ്. ദെൻ ഇതേപോലെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ തന്നിട്ട്, പ്രോബബിലിറ്റി ടേബിൾ തന്നിട്ട്, അവിടെ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് സിഗ്മ P of x ഈക്വൽ ടു 1 ആണ്. സിഗ്മ P of x എന്താണ്? 1. സോ ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. അതായത് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഈ താഴെ കാണുന്ന P1, P2, P3, P4 ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 1 കിട്ടും. പ്രോബബിലിറ്റിയുടെ ഏറ്റവും ബേസിക്സ് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് പറയാം. പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ്. ദാറ്റ് ഈസ് സിംപ്ലി കോൾഡ് പ്രോബബിലിറ്റി.
number of favorable cases divided by total number of cases. That total number of cases is simply called sample space. Total number of cases ne nammal vilikkunna പേരാണെന്ത് അഥവാ ടോട്ടൽ നമ്പർ ഓഫ് കേസസിന്റെ സെറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത് സാമ്പിൾ സ്പേസ്. അങ്ങനെയുള്ള വാക്കുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു റാൻഡം എക്സ്പെരിമെന്റിനാണ് തീർച്ചയായിട്ടും പ്രോബബിലിറ്റി ഉണ്ടാവുന്നത്. പ്രോബബിലിറ്റിയുടെ വാല്യൂ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, 0ക്കും 1നും ഇടയിൽ നിൽക്കുന്ന രീതിയിലായിരിക്കും പ്രോബബിലിറ്റിയുടെ ഉത്തരം വരുന്നത്. 1 വരാം, 0 വരാം, പിന്നെ 0ക്കും 1നും ഇടയിലുള്ള വാല്യൂസ് ആണ് പ്രോബബിലിറ്റിയുടെ ഉത്തരം വരുന്നത്. ഒരിക്കലും 1നേക്കാൾ കൂടിയ ഒരു വാല്യൂവോ അല്ലെങ്കിൽ 0യേക്കാൾ കുറഞ്ഞ ഒരു വാല്യൂവോ എന്ത് വരില്ല, പ്രോബബിലിറ്റിയുടെ ഉത്തരമായിട്ട് വരില്ല. ഇപ്പൊ പ്രോബബിലിറ്റി നിങ്ങൾക്ക് എക്സാമിന് ഒരു ക്വസ്റ്റ്യന്റെ പ്രോബബിലിറ്റി ചോദിച്ചു, പ്രോബബിലിറ്റിയുടെ ഉത്തരം നിങ്ങൾക്ക് 4 കിട്ടിയെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ 4.5 കിട്ടി, അല്ലെങ്കിൽ 1.3 കിട്ടി. തെറ്റാണെന്ന് വിചാരിച്ചോണം, മനസ്സിലാക്കിക്കോണം. കാരണം പ്രോബബിലിറ്റിയുടെ ഉത്തരം എപ്പോഴും ഡെസിമൽ ആയിട്ടുള്ള ഉത്തരമായിരിക്കും. അതായത് 0ക്കും 1നും ഇടയിൽ നിൽക്കുന്ന രീതിയിലുള്ള ഉത്തരവായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ പ്രോബബിലിറ്റിയുടെ ഒരു അടിസ്ഥാനം കിട്ടിയെന്ന് വിചാരിക്കുന്നു. ദെൻ ഇവിടെ ഓർത്തിരിക്കേണ്ട ഇക്വേഷൻ എന്താണ്? സിഗ്മ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? 1. അതായത് ഈ താഴെ കാണുന്നവന്മാരെ എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ P1, P2, P3, P4 ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 1 കിട്ടും. അങ്ങനെ 1 കിട്ടണം. ഓക്കെ ആണല്ലോ? അത് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ, അവിടുന്ന് K കണ്ടുപിടിക്കുക, ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് എക്സാമിന്. നേരത്തെ ചെയ്ത പ്ലേലിസ്റ്റുകൾ നിങ്ങൾ നോക്കിയാൽ മതി. ഓൾറെഡി കുറച്ച് വീഡിയോസ് നമ്മൾ PDTNM ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ആ ടൈപ്പ് പ്രോബ്ലം ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാം ഓറിയന്റഡ് ആയിട്ട് കേട്ടോ. ദെൻ കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിനകത്ത് നമ്മൾ ഇതേപോലെ തന്നെ ഒരു ഇക്വേഷൻ ഇപ്പുറത്ത് ഓർത്തിരിക്കേണ്ടത്, ഇവിടെ ഇന്റഗ്രേഷൻ വെച്ചിട്ടാണ് പറയുന്നത്. ഇന്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി f of x dx equal to 1. ഇന്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി f of x dx equal to എന്താണ്? 1. അപ്പൊ ഇതാണ് നമ്മൾ ഇവിടെ ഓർത്തിരിക്കേണ്ട ഇക്വേഷൻ. ഓക്കെ, കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൽ സിമിലർ ആയിട്ട് ഓർത്ത് വെച്ചാൽ മതി. എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ മനസ്സിലാവാക്കം എടുക്കണം. കൂട്ടത്തിൽ സിഗ്മ. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിന്റെ ഫോർമുലാസിനകത്ത് എല്ലാം എന്താണ്? സിഗ്മ. ഇതാണ്ട് ഈ കാണുക സിഗ്മ. ഓക്കെ, കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ പേര് മനസ്സിലേക്ക് വരുമ്പോൾ തന്നെ ഇന്റഗ്രൽ സിമ്പിൾ ആണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ CRV, കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ CRV നമുക്ക് കറക്റ്റ് ആയിട്ട് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത സംഭവമാണത്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവമാണ് ഇന്റഗ്രൽ. കണ്ടോ? ഇന്റഗ്രൽ. ഓക്കെ, ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവമാണ് സിഗ്മ അഥവാ സമ്മേഷൻ. ക്ലിയർ? അപ്പം ഈ പക്കയായിട്ട് ഫസ്റ്റിലത്തെ ഒരു കമ്പാരിസൺ കറക്റ്റ് ആയിട്ട് മനസ്സിലായല്ലോ. പിന്നെ ഇവിടെ നമ്മൾ പഠിച്ചിരിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് മീന്, വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. രണ്ടിടത്തും ഉണ്ട് കേട്ടോ. അപ്പൊ അത് കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. മീന്, വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എക്സാമിന് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിന്റെ കേസിലാണെങ്കിൽ മീൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ശ്രദ്ധിക്കുക, മീനിന്റെ നൊട്ടേഷൻസ് എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്, ഇ ഓഫ് എക്സ് വെച്ച് നമുക്ക് മീനിനെ നൊട്ടേറ്റ് ചെയ്യാം. അപ്പൊ മീനിന്റെ ഒരു നൊട്ടേഷൻ എന്താണ്? ഇ ഓഫ് എക്സ് അഥവാ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണ് മീനിന്റെ ഒരു നൊട്ടേഷൻ. മറ്റൊരു നൊട്ടേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കുക, മ്യൂ. മീനിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു ലെറ്റർ ആണ് എന്ത്? മ്യൂ. ഓക്കെ ആണല്ലോ? അപ്പൊ മീനിന് നമ്മൾ സാധാരണ രീതിയിൽ 2 നൊട്ടേഷൻസ് പറയാറുണ്ട്. ഒരു നൊട്ടേഷൻ എന്താണ്? ഇ ഓഫ് എക്സ് അഥവാ നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറയാം. മറ്റൊരു നൊട്ടേഷൻ എന്താണ്? മ്യൂ. അപ്പൊ ഈ 2 നൊട്ടേഷൻ ആണ് സാധാരണ നമ്മൾ മീൻ കാണിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ മീൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല എന്ന് പറയുന്നത് മീൻ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വെച്ച് ഡിനോട്ട് ചെയ്യാം, അല്ലെങ്കിൽ മ്യൂ വെച്ച് ഡിനോട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മീൻ എന്ന് തന്നെ എഴുതാം. ഈ നൊട്ടേഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിന്റെ കേസിൽ മീൻ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? മീൻ എന്ന് പറയുന്നത് മീൻ ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് ആണ്. സിഗ്മ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുലയാണ്. മീൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? സിഗ്മ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ്. പ്രത്യേകിച്ചൊന്നുമില്ല. 0 into P1 plus 1 into P2 plus 2 into P3 plus 3 into P4 plus etc plus n into Pn. That is simply called mean or expectation. Okay. Then അടുത്ത സംഭവമാണ് വേരിയൻസ്. മീൻ, വേരിയൻസ്. വേരിയൻസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് V of x വെച്ച് നമ്മൾ വേരിയൻസിനെ ഡിനോട്ട് ചെയ്യാറുണ്ട്. മറ്റൊരു നൊട്ടേഷൻ എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയർ ആണ്. ഇപ്പൊ 2 നൊട്ടേഷൻസും കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. നൊട്ടേഷൻസ് എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. വേരിയൻസിനെ നമ്മൾ കാണിക്കാനായിട്ട് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലെറ്റർ എന്ന് പറയുന്നത് V of x ആണ്. അല്ലെങ്കിൽ നമുക്ക് വേറൊരു നൊട്ടേഷൻ യൂസ് ചെയ്യാം. എന്ത് യൂസ് ചെയ്യാം? നമുക്ക് സിഗ്മ സ്ക്വയർ യൂസ് ചെയ്ത് വേരിയൻസ് കാണിക്കാം. ക്ലിയർ അല്ലേ? അപ്പൊ മീനിനെ നമുക്ക് V of x വെച്ച് ഡിനോട്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് വെച്ച് ഡിനോട്ട് ചെയ്യാം? സിഗ്മ സ്ക്വയർ വെച്ച് ഡിനോട്ട് ചെയ്യാം. അപ്പൊ വേരിയൻസ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഫോർമുല എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദി ഹോൾ സ്ക്വയർ.
ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ വേരിയൻസ് കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ. വേരിയൻസ് ഓഫ് എക്സ് സിഗ്മ സ്ക്വയർ ആണ് ഡിനോട്ട് ചെയ്യുന്നത്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദി ഹോൾ സ്ക്വയർ. ഈ അകത്ത് കിടക്കുന്ന ആളെ കണ്ടോ, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്, അവനെ കണ്ട മേളിൽ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ. ഓക്കെ അല്ലേ? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സിഗ്മ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് ആണ്. അകത്ത് കിടക്കുന്നവൻ ഓക്കെ ആണ്, സെറ്റ് ആണ്, അവനൊരു സ്ക്വയർ കൊടുത്താൽ മതി. പക്ഷെ പുതിയ ഒരുത്തം വന്ന് കിടപ്പുണ്ട്, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ. അവന്റെ ഇക്വേഷൻ വേണ്ടേ നമുക്ക്. സോ അപ്പൊ നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കാം? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല, സിഗ്മ എക്സ് സ്ക്വയർ ഇൻറ്റു പി ഓഫ് എക്സ്. ദിസ് ഈസ് സിംപ്ലി കോൾഡ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കാം? സിഗ്മ എക്സ് സ്ക്വയർ ഇൻറ്റു പി ഓഫ് എക്സ്. സംശയമൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ചൊന്നുമില്ല, ഇവിടെ നോക്കി പറയാം. 0 സ്ക്വയർ ഇൻറ്റു പി 1 പ്ലസ് 1 സ്ക്വയർ ഇൻറ്റു പി 2 പ്ലസ് 2 സ്ക്വയർ ഇൻറ്റു പി 3 പ്ലസ് 3 സ്ക്വയർ ഇൻറ്റു പി 4 പ്ലസ് എക്സെട്ര പ്ലസ് n സ്ക്വയർ ഇൻറ്റു പി n. ദാറ്റ് ഈസ് സിംപ്ലി വാട്ട് ഈസ് കോൾഡ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ നമ്മൾ പക്കയായിട്ട് കണ്ടുപിടിക്കണം. അതിന്റെ വാല്യൂ ഇവിടെ കൊടുക്കുക, മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓൾറെഡി മേളിൽ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, അവനെ സ്ക്വയർ ചെയ്യുക. അത് സിംപ്ലിഫൈ ചെയ്തെടുക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? വേരിയൻസ് കിട്ടും. ഓക്കെ, ഈ വേരിയൻസിന്റെ സ്ക്വയർ റൂട്ടിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. എസ് ഡി എന്നേ ഞാൻ എഴുതുന്നുള്ളൂ, എസ് ഡി. നിങ്ങൾ എങ്ങനെ എഴുതിക്കണം? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. എങ്ങനെയാണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് റൂട്ട് വേരിയൻസ്. റൂട്ട് വേരിയൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പൊ അതിന്റെ മറ്റൊരു നൊട്ടേഷൻ വളരെ സിമ്പിൾ ആയിട്ട് പറയാം. വേരിയൻസ് എന്താണെന്ന് നമുക്കറിയാം, സിഗ്മ സ്ക്വയർ ആണെന്ന് അറിയാം. അതായത് റൂട്ട് സിഗ്മ സ്ക്വയർ, റൂട്ട് സിഗ്മ സ്ക്വയർ അതായത് സിഗ്മ. സോ അപ്പൊ സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ ഒരു നൊട്ടേഷൻ എന്താണ്? സിഗ്മ. അപ്പൊ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? സിഗ്മ തന്നെയാണ്. അഥവാ എനിക്ക് ഒന്നുകൂടെ ഈ ഒരു ഫോർമുലയിൽ നിന്ന് നമുക്ക് എഴുതാം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു സിഗ്മ ഇസ് ഈക്വൽ ടു റൂട്ട് വേരിയൻസ് ഓഫ് എക്സ്. അപ്പൊ ഈ ഒരു ഫോർമുല നമ്മൾ അടിപൊളിയായിട്ട് ഓർത്തിരിക്കണം. സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ സിഗ്മയാണ്. അത് കണ്ടുപിടിക്കുന്നത് എന്താണ്? മേളിൽ നമ്മൾ വേരിയൻസ് ഓഫ് എക്സ് കണ്ടുപിടിക്കുന്നുണ്ട്. ആ വേരിയൻസ് ഓഫ് എക്സിന്റെ സ്ക്വയർ റൂട്ട് എടുത്ത് എനിക്ക് എന്ത് കിട്ടും? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. അടിപൊളിയായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ മീൻ, വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇൻ ദ കേസ് ഓഫ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. ഓക്കെ, പക്ക, ക്ലിയർ, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിച്ചിരിക്കണം. ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ താഴെ കാണുന്ന പ്രോബിലിറ്റീസ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് 1 കിട്ടണം. കാരണം ജനറലൈസ്ഡ് കൺസെപ്റ്റ് ആണ്. ഒരു റാൻഡം എക്സ്പെരിമെന്റിന്റെ ടോട്ടൽ പ്രോബിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും. അതായത് സക്സസിന്റെ പ്രോബിലിറ്റിയും ഫെയിലിയറിന്റെ പ്രോബിലിറ്റിയും കൂടെ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് 1 കിട്ടണം. അതായത് ഒരു കോയിൻ ടോസ് ചെയ്തിട്ട് ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റിയും ടെയിൽ കിട്ടാനുള്ള പ്രോബിലിറ്റിയും കൂടെ കൂട്ടിയാൽ എനിക്ക് 1 കിട്ടണം. 1 കിട്ടുന്നുണ്ടല്ലോ. ഹെഡ് കിട്ടാൻ 1/2 ആണ് ചാൻസ്, ടെയിൽ കിട്ടാനും 1/2 ആണ് ചാൻസ്. 1/2 പ്ലസ് 1/2 എനിക്ക് 1 കിട്ടും. അതായത് സം ഓഫ് ഓൾ ദ പോസിബിൾ പ്രോബിലിറ്റീസ് ഈസ് സിംപ്ലി 1. ആ കൺസെപ്റ്റ് ആണ് ഇവിടെ വരുന്നത്. എല്ലാ പ്രോബിലിറ്റീസും കൂടെ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടണം? 1 കിട്ടണം. ദാറ്റ് ഈസ് സിംപ്ലി സിഗ്മ പി ഓഫ് എക്സ് 1. കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ഒരു ഫംഗ്ഷൻ ആണ്. ആ ഫംഗ്ഷൻ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ മൈനസ് ഈ ഫംഗ്ഷനെ PDF എന്ന് വിളിക്കും. പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. അതിന്റെ പേരൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. PDF എന്നാണ് പറയുന്നത്. പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഇപ്പൊ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എന്ത് കിട്ടും? എനിക്ക് 1 കിട്ടും. ദെൻ ഇതേപോലെ തന്നെ മീന്, വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് ഇവന്റെ കേസിൽ അടിപൊളിയായിട്ടൊന്ന് പഠിക്കണം. ദെൻ ഇവന്റെ കേസിൽ മീൻ എന്തായിരിക്കും? ഒരു സെക്കൻഡ് മൊഡ്യൂളിലെ ഫോർമുലാസും കൂടെ ആണ് നമ്മൾ പഠിച്ചു പോകുന്നതെന്ന് ഓർക്കണം. ഇവന്റെ കേസിലെ മീൻ എങ്ങനെ എനിക്ക് കണ്ടുപിടിക്കാം? മീൻ ഇസ് ഈക്വൽ ടു, നൊട്ടേഷൻ വ്യത്യാസമൊന്നുമില്ല, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് തന്നെ എനിക്ക് നൊട്ടേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് നൊട്ടേറ്റ് ചെയ്യാം? മ്യൂ വെച്ച് നൊട്ടേറ്റ് ചെയ്യാം. സോ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഫോർമുല സമ്മേഷൻ മാറ്റി എന്താക്കിയാൽ മതി? ഇന്റഗ്രേഷൻ ആക്കിയാൽ മതി. ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പം മീൻ കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണ്? ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. ദെൻ വേരിയൻസ് കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണ്? വേരിയൻസ് സ്റ്റാൻഡേർഡ് ഫോർമുല എനിക്കറിയാം എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദി ഹോൾ സ്ക്വയർ. ദിസ് ഈസ് ദി സ്റ്റാൻഡേർഡ് ഫോർമുല യൂസ്ഡ് ടു കാൽക്കുലേറ്റ് വേരിയൻസ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദി ഹോൾ സ്ക്വയർ. ഈ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓൾറെഡി എനിക്ക് മേളിൽ കിട്ടിയിട്ടുണ്ട് മീൻ ആയിട്ട്. ദെൻ നമുക്ക് ഇനി എന്ത് കണ്ടുപിടിക്കണം? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ കണ്ടുപിടിക്കണം. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയറിന്റെ ഫോർമുല എന്ത് വരും? പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇതാണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയറിന്റെ ഫോർമുല. ഈ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ നമ്മൾ കണ്ടുപിടിക്കണം. ഓൾറെഡി എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് മേളിൽ മീൻ ആയിട്ട്. ദെൻ ആ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയറിൽ നിന്ന് മേളിൽ കിട്ടിയ എക്സ്പെക്ടേഷൻ ഓഫ് എക്സിന്റെ സ്ക്വയർ മൈനസ് ചെയ്ത് സോൾവ് ചെയ്തെടുക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? വേരിയൻസ് കിട്ടും. വേരിയൻസിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് എന്താണ്?
റൂട്ട് വി ഓഫ് എക്സ് അല്ലെങ്കിൽ റൂട്ട് വേരിയൻസ് എന്ന് പറയുന്നതാണ് എന്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് ഇത്രയും കാര്യങ്ങൾ അടിപൊളിയായിട്ട് ഓർത്തിരിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും. ഡിസ്ക്രീറ്റ് ബാക്കി ഓർത്തിരിക്കാം കേട്ടോ. നമ്മൾ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു, അടിപൊളിയായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, അടിപൊളിയായിട്ട് നിങ്ങൾ ഓർത്ത് വെച്ചോണം. ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റും, സിമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കാനും പറ്റും. കാരണം 2 മൊഡ്യൂൾ ഒരേ സമയത്ത് പഠിച്ചു പോകുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. ഈസി ആയിട്ട് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് DRV, കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ CRV. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഒന്നുകൂടെ പറയാണ്. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറയുമ്പോൾ ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇവിടെ ഒരു ഫംഗ്ഷൻ ആയിരിക്കും, ഒരു പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആയിരിക്കും നമുക്ക് തരുന്നത്. ഇവിടെ ഓർത്തിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ സിഗ്മ പി ഓഫ് എക്സ് 1 ആണ്. ഈ താഴെ കാണുന്ന പ്രോബബിലിറ്റീസ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് ഉത്തരം എന്ത് കിട്ടണം? 1 കിട്ടണം. ദിസ് ഇക്വേഷൻ ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഇത് റിലേറ്റ് ചെയ്ത് വരുന്ന പ്രോബ്ലം എക്സാമിന് ഷുവർ ആണ്, 3 മാർക്കിന് സ്ഥിരമാണ്. അതേപോലെ തന്നെ ഇവിടെയും ഈ ഇക്വേഷൻ റിലേറ്റ് ചെയ്ത് വരുന്ന പ്രോബ്ലം വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ഷുവർ ആണ്. ഓക്കെ, ദെൻ മീൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ സിഗ്മ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ്. അതെങ്ങനെയാന്ന് പറഞ്ഞു? 0 ഇൻറ്റു P1, 1 ഇൻറ്റു P2, 2 ഇൻറ്റു P3, അതുപോലെ അങ്ങ് പോകും. ഓക്കെ, വേരിയൻസ് എന്ന് പറയുന്നത് നൊട്ടേഷൻ സിഗ്മ സ്ക്വയർ ആണ്, വി ഓഫ് എക്സ് നൊട്ടേറ്റ് ചെയ്യാറുണ്ട്. ദെൻ അത് കണ്ടുപിടിക്കുന്ന ഫോർമുല എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദി ഹോൾ സ്ക്വയർ. ക്ലിയർ? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് വരും സിഗ്മ എക്സ് സ്ക്വയർ ഇൻറ്റു പി ഓഫ് എക്സ്. അത് ഇവിടെ നോക്കി തന്നെ പറയാം. 0 സ്ക്വയർ ഇൻറ്റു P1, 1 സ്ക്വയർ ഇൻറ്റു P2, 2 സ്ക്വയർ ഇൻറ്റു P3, 3 സ്ക്വയർ ഇൻറ്റു P4 എക്സെട്ര പ്ലസ് n സ്ക്വയർ ഇൻറ്റു Pn. ഓക്കെ, ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് റൂട്ട് വേരിയൻസ് ആണ്. വേരിയൻസ് സിഗ്മ സ്ക്വയർ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ റൂട്ട് സിഗ്മ സ്ക്വയർ എന്താണ്? സിഗ്മ. ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നതിന്റെ നൊട്ടേഷൻ സിഗ്മയാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്താണ്? സിഗ്മയാണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ വളരെ യൂസ്ഫുൾ ആണ്. അതായത് മീൻ നൊട്ടേറ്റ് ചെയ്യുന്നത് മ്യൂ ആണെന്നും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നൊട്ടേറ്റ് ചെയ്യുന്നത് സിഗ്മയാണെന്നും മനസ്സിലങ്ങ് പതിയണം. മീൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ മ്യൂ മ്യൂ മ്യൂ. എക്സ്പെക്ടേഷൻ ഓഫ് എക്സും അടിപൊളിയായിട്ട് ഓർത്തിരിക്കണം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? സിഗ്മ. ഈ 2 കാര്യങ്ങളൊന്നും പതിയണം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ, മീൻ അഥവാ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? മ്യൂ. കാരണം നോർമൽ ഡിസ്ട്രിബ്യൂഷൻ പഠിക്കുമ്പോൾ നിങ്ങൾ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ, ഒരു ബെൽ ഷേപ്ഡ് കർവ് ഒക്കെ വരച്ച് നിങ്ങൾ ഒരു ടേബിൾ നിങ്ങൾക്ക് എക്സാമിന് കയറ്റാം. ആ ടേബിൾ നോക്കി കണ്ടുപിടിക്കുന്ന പരിപാടിയൊക്കെ ഓർമ്മയുണ്ടോ? അതാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എന്റെ പ്ലേലിസ്റ്റിൽ തന്നെ കിടപ്പുണ്ട്, അത് കണ്ടത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ അവിടെ നമ്മൾ അടിപൊളിയായിട്ട് യൂസ് ചെയ്യുന്ന സംഭവമാണ് സിഗ്മ എന്നുള്ള നൊട്ടേഷനും മ്യൂ എന്നുള്ള നൊട്ടേഷനും. കാരണം എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മയാണ് ഇക്സഡ്. ഇക്സഡിലാണ് നമ്മൾ പ്രോബ്ലം, അതായത് സ്റ്റാൻഡേർഡ് നോർമൽ ആയിട്ടാണ് പ്രോബ്ലം ചെയ്യുന്നത്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അല്ല, സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ അടിപൊളിയായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ മീൻ വേരിയൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇവിടെ മീൻ എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. അപ്പം ഇവിടുത്തെ സമ്മേഷൻ മാറ്റി ഇന്റഗ്രേഷൻ ആക്കിയാൽ പരിപാടി കഴിഞ്ഞു. ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് മീൻ. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദി ഹോൾ സ്ക്വയർ വേരിയൻസ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് വരും ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് വേരിയൻസ്. ഇത്രയും കാര്യങ്ങൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. നമുക്കിനി ബാക്കി പരിപാടി നോക്കാം. സോ അപ്പൊ നമുക്ക് ബാക്കി പരിപാടികൾ നോക്കാം. ഇനി നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ്. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ PDF എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ്. അയാൾ സ്മോൾ എഫ് ഓഫ് എക്സ് ആണ്. വെറും ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നതാണ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. സോ അടുത്ത ഓർത്തിരിക്കേണ്ട പോയിന്റ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. കണ്ടിന്യൂസിന്റെ കേസിൽ മൊഡ്യൂൾ 1 എന്താണ്? ഡിസ്ക്രീറ്റ് റാൻഡം ഡിസ്ട്രിബ്യൂഷൻ ആണ് മൊഡ്യൂൾ 1 നമ്മൾ ഡിസ്കസ് ചെയ്ത് വരുന്നത്. അതായത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ DRV ആണ് ഇവിടെ ഡിസ്കസ് ചെയ്ത് വരുന്നത്. CRV കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ആ ബേസിക് കമ്പാരിസൺ ആദ്യമേ ഞാൻ പറഞ്ഞായിരുന്നു. ദെൻ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഇൻ ദ കേസ് ഓഫ് DRV എന്ന് പറയുന്നത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ നൊട്ടേഷൻ എപ്പോഴും 2 കേസിലും എന്ത് തന്നെയാണ്? ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആണ്. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ എക്സ്. അപ്പൊ ഈ ഒരു ഫോർമുലയാണ് നിങ്ങൾ ഇവിടെ ഓർത്തിരിക്കേണ്ട ഫോർമുല. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനിൽ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ എക്സ്. ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഫോർമുല. അപ്പൊ ഇതാണ് ഒന്നുകൂടി ഇമ്പോർട്ടന്റ്, കാരണം എക്സാമിന് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരുന്നത് CRVയുടെ കേസാണ് കേട്ടോ. അതായത് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ. കാരണം ഫസ്റ്റ് മൊഡ്യൂളിൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണാറില്ല. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ CRVയിൽ നിന്നാണ്, സെക്കൻഡ് മൊഡ്യൂളിൽ നിന്നാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പൊ അത് മസ്റ്റ് ആയിട്ട് ഓർത്ത് വെക്കണം. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഇൻ ദ കേസ് ഓഫ് CRV. ഡിസ്ട്രിബ്യൂഷൻ
ഫംഗ്ഷൻ. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി അല്ല എക്സ്. ശ്രദ്ധിക്കണം, ഇന്റഗ്രൽ മൈനസ് വെരി വെരി ഇമ്പോർട്ടന്റ് ഫോർമുല. ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. എഫ് ഓഫ് എക്സ് dx. So this is the distribution function. Crystal clear. F capital F of x equal to distribution function എന്ന് പറയുന്നത് capital F of x ആണ്. Integral minus infinity to infinity അല്ല x. F of x dx. This is the equation used to calculate distribution function in the case of continuous random variable. Capital F of x equal to integral minus infinity to x small f of x dx. ഓക്കെ, ഈ സ്മോൾ എഫ് ഓഫ് എക്സിനെ വിളിക്കുന്ന പേരാണ് ആദ്യമേ പറഞ്ഞായിരുന്നു എന്താണ് PDF. എന്താണ് PDF? പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഇത് വെറും ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡിഎക്സ്. അപ്പൊ ഇവിടെ എനിക്ക് എഫ് ഓഫ് എക്സ് വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? എഫ് ഓഫ് എക്സ് വേണമെങ്കിൽ ഇന്റഗ്രേഷൻ അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? ഡിഫറൻഷിയേഷൻ. ലോജിക്ക് കിട്ടുന്നില്ലേ? ഇപ്പൊ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്ത സംഭവങ്ങളാണ് ഇതൊക്കെ. ഏറ്റവും ബേസിക് കാര്യങ്ങൾ. ഡെറിവേറ്റീവ് അപ്പുറത്ത് പോകുമ്പോൾ ഇന്റഗ്രേഷൻ ആവും, ഇന്റഗ്രേഷൻ അപ്പുറത്ത് പോകുമ്പോൾ ഡെറിവേറ്റീവ് ആവും. നമ്മൾ കൊച്ചു ക്ലാസ്സിലോട്ട് പഠിക്കുന്നതാണ്. പ്ലസ് അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് ആവും, മൈനസ് അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് ആവും, ഇൻറ്റു അപ്പുറത്ത് പോകുമ്പോൾ ഡിവൈഡ് ആവും, ലോഗരിതം അപ്പുറത്ത് പോകുമ്പോൾ എക്സ്പോണൻഷ്യൽ ആവും. അങ്ങനെയൊക്കെ പറയുന്ന കൂട്ടത്തിൽ സൈൻ അപ്പുറത്ത് പോകുമ്പോൾ സൈൻ ഇൻവേഴ്സ് ആവും, കോസ് അപ്പുറത്ത് പോകുമ്പോൾ കോസ് ഇൻവേഴ്സ് ആവും, ടാൻ അപ്പുറത്ത് പോകുമ്പോൾ ടാൻ ഇൻവേഴ്സ് ആവും. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു പഠിക്കേണ്ട ഒന്നാണ് ഡെറിവേറ്റീവ് ഈക്വൽ സൈൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ ഇന്റഗ്രേഷൻ ആവും, ഇന്റഗ്രേഷൻ ഈക്വൽ സൈൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ ഡെറിവേറ്റീവ് ആവും. സോ ഹിയർ ഇറ്റ് ഈസ് ഇന്റഗ്രേഷൻ, ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? ഡെറിവേറ്റീവ്. സോ d by dx of capital F of x. ഇത് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ, അതുകൊണ്ടൊന്ന് ബോക്സിനകത്ത് ആക്കിയിട്ട്. സ്മോൾ എഫ് ഓഫ് എക്സ് എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആണ്. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. സ്മോൾ എഫ് ഓഫ് എക്സ് എന്താണ്? PDF. ഓക്കെ, അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് ഇത്രയാണ് പറയാനുള്ളത്. ദെൻ പിന്നെ എക്സ്ട്രാ ഓർത്തിരിക്കേണ്ട ഒന്ന് രണ്ട് പോയിന്റ്സ്. ഇത് രണ്ടിടത്തും കോമൺ ആണ് കേട്ടോ, രണ്ടിടത്തും കോമൺ ആയിട്ട് വരുന്ന ഒന്ന് രണ്ട് പോയിന്റ്സ്. ദെൻ എക്സ്പെക്ടേഷൻ ഓഫ് ax plus b, expectation of 3x plus 5, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് സാധാരണ എക്സാമിന് വരാറുണ്ട്. അപ്പൊ അങ്ങനെ വരുവാണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എ കോൺസ്റ്റന്റ്, എക്സ്പെക്ടേഷൻ ഓഫ് എ എന്ന് വരുവാണ്. എ എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ്, ഒരു കോൺസ്റ്റന്റ് ആണ്. എക്സ്പെക്ടേഷൻ ഓഫ് എ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ആ കോൺസ്റ്റന്റ് തന്നെയാണ്. നമ്മുടെ ഉത്തരം തന്നെയാണ്, എ തന്നെയാണ്. ഓക്കെ, ഇപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് 3 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉത്തരം? എക്സ്പെക്ടേഷൻ ഓഫ് 3 എന്ന് പറഞ്ഞാൽ അതിന്റെ ഉത്തരം എന്തായിരിക്കും? 3 തന്നെയായിരിക്കും. എക്സ്പെക്ടേഷൻ ഓഫ് 4 എന്ന് പറഞ്ഞാൽ അതിന്റെ ഉത്തരം എന്തായിരിക്കും? 4 തന്നെയായിരിക്കും. സോ എക്സ്പെക്ടേഷൻ ഓഫ് എ കോൺസ്റ്റന്റ് ഈസ് ദി കോൺസ്റ്റന്റ് ഇറ്റ്സെൽഫ്. ഓക്കെ, ദെൻ വേറൊരു എക്സാമ്പിൾ പറയാം. എക്സ്പെക്ടേഷൻ ഓഫ് ax plus b ഇങ്ങനെ വരികയാണെന്ന് വെക്കാം. എക്സ്പെക്ടേഷൻ ഓഫ് ax plus b. എക്സ്പെക്ടേഷൻ നമുക്ക് രണ്ട് പേരിലേക്കും സ്പ്ലിറ്റ് ചെയ്യാം. അപ്പൊ എന്ത് വരും? എക്സ്പെക്ടേഷൻ ഓഫ് ax പ്ലസ് എക്സ്പെക്ടേഷൻ ഓഫ് b. സംശയമൊന്നുമില്ലല്ലോ. ദെൻ ഈ കോൺസ്റ്റന്റ് എനിക്ക് പുറത്തിട്ടാൽ a ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് x എന്ന് എഴുതാൻ പറ്റും, പ്ലസ് എക്സ്പെക്ടേഷൻ ഓഫ് b എന്ത് തന്നെയാണ്? b തന്നെയാണ് നമ്മൾ പഠിച്ചു. സോ ദിസ് ഈസ് ദി ഫോർമുല. എക്സ്പെക്ടേഷൻ ഓഫ് ax plus b ആണെങ്കിൽ a ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് x പ്ലസ് b. ഓക്കെ അല്ലേ? സെയിം സാധനങ്ങളെല്ലാം എവിടെ ആപ്ലിക്കബിൾ ആണ്? ഇപ്പുറത്തും ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, ദെൻ വേറൊരെണ്ണം നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത്, എക്സ്പെക്ടേഷൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ എക്സിന് മാത്രം എക്സ്പെക്ടേഷൻ കൊടുത്താൽ മതി, ബാക്കിയെല്ലാം കോൺസ്റ്റന്റ് എല്ലാം അതുപോലെ തന്നെയാണ്. ഒറ്റയ്ക്ക് ഒരു കോൺസ്റ്റന്റ് വന്നു കഴിഞ്ഞാൽ ആ കോൺസ്റ്റന്റ് തന്നെയാണ് ഉത്തരം. ഓക്കെ, പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് വേരിയൻസ് ആണ്. വേരിയൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതുപോലെയല്ല, ഇത് വളരെ സിമ്പിൾ ആണ്, കോമൺ ലോജിക് ആണ്. പക്ഷെ വേരിയൻസ് നിങ്ങൾ പഠിച്ചു വെക്കണം. വേരിയൻസ് ഓഫ് എ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ വേരിയൻസ് ഓഫ് കോൺസ്റ്റന്റ് എന്ന് തന്നെ എഴുതാം കേട്ടോ. വേരിയൻസ് ഓഫ് എ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉത്തരം 0 ആണ്. ഓക്കെ, വേരിയൻസ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ടിക്ക് ചെയ്തിട്ട്. വേരിയൻസ് ഓഫ് എ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉത്തരം എന്താണ്? 0. ഓക്കെ, സെറ്റ് ആണ്. വേരിയൻസ് ഓഫ് എ കോൺസ്റ്റന്റ് എന്ന് പറയുന്നതിന്റെ ഉത്തരം എന്താണ്? 0. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വേരിയൻസ് ഓഫ് ax plus b നമുക്ക് നോക്കാം. വേരിയൻസ് ഓഫ് ax plus b. ഓക്കെ, സോ രണ്ടിടത്തും വേരിയൻസ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. വേരിയൻസ് ഓഫ് ax പ്ലസ് വേരിയൻസ് ഓഫ് b. സംശയമൊന്നുമില്ലല്ലോ, രണ്ടുപേർക്കും സെപ്പറേറ്റ് വേരിയൻസ് കൊടുത്തു. ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യണം. ശ്രദ്ധിക്കണം, വേരിയൻസ് ഓഫ് ax എന്ന് പറയുന്നത് ഈ a, ഇപ്പൊ നമ്മൾ എക്സ്പെക്ടേഷന്റെ കേസിൽ ഈ a നേരെ ഇങ്ങോട്ട് പുറത്തിടായിരുന്നു, ശരിയല്ലേ? പക്ഷെ വേരിയൻസിന്റെ കേസിൽ a പുറത്ത് വരുമ്പോൾ a സ്ക്വയർ ആവും. a സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് x, ഇതാണ് ഉത്തരം. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ വേരിയൻസ് ഓഫ് bx ആണെങ്കിൽ ഉത്തരം എന്തായിരിക്കും? b സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് x. ഓക്കെ, വേരിയൻസ് ഓഫ് cx ആണെങ്കിൽ ഉത്തരം എന്തായിരിക്കും? c സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് x. സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ വേരിയൻസ് ഓഫ് ax എന്താണ്? a സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് x പ്ലസ്
വേരിയൻസ് ഓഫ് ബി കോൺസ്റ്റന്റ് ആണ് അല്ലെ, എയും ബിയും എല്ലാം കോൺസ്റ്റന്റ് ആണ്, എക്സ് മാത്രമാണ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആയിട്ട് വരുന്ന എക്സ് ആണ്. ബി എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. വേരിയൻസ് ഓഫ് എ കോൺസ്റ്റന്റ് ഞാൻ ഇവിടെ ടിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേരിയൻസ് ഓഫ് കോൺസ്റ്റന്റ് എന്താണ്? 0. അപ്പൊ വേരിയൻസ് ഓഫ് ബി എന്ത് വരും? 0. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് മാത്രമേ ഉള്ളൂ? എ സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ് മാത്രമേ ഉള്ളൂ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വേരിയൻസ് ഓഫ് എ എക്സ് പ്ലസ് ബി ആണെങ്കിൽ എന്താണ്? എ സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ്. വേരിയൻസ് ഓഫ് എ എക്സ് പ്ലസ് ബിയുടെ ഉത്തരം എന്താണ്? എ സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ്. പക്ഷേ എക്സ്പെക്ടേഷൻ ഓഫ് എ എക്സ് പ്ലസ് ബി ആണെങ്കിൽ എന്താണ്? എ ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പ്ലസ് ബി. വേരിയൻസ് ഓഫ് എക്സ് പ്ലസ് ബി ആണെങ്കിൽ എ സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ്. ഇപ്പൊ പോയിന്റ്സ് മാത്രമായിട്ടൊന്ന് നോട്ട് ചെയ്യാം. എക്സ്പെക്ടേഷൻ ഓഫ് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമായിട്ടൊന്ന് നോട്ട് ചെയ്യാം. ഇപ്പൊ ഇത് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞു. ഓർത്തിരിക്കേണ്ട പോയിന്റ്സ് മാത്രമായിട്ടൊന്ന് നോക്കാം. എക്സ്പെക്ടേഷൻ ഓഫ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഉത്തരം ആ കോൺസ്റ്റന്റ് തന്നെയാണ്. എക്സ്പെക്ടേഷൻ ഓഫ് എ എക്സ് പ്ലസ് ബി വന്നു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം എന്താണ്? എ ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പ്ലസ് ബി. വേരിയൻസ് ഓഫ് കോൺസ്റ്റന്റ് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം എന്താണ്? 0 ആണ്. ദെൻ വേരിയൻസ് ഓഫ് എ എക്സ് പ്ലസ് ബി വന്നു കഴിഞ്ഞാൽ എ സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ്. ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ ഒന്ന് ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഇതെങ്ങനെയൊക്കെയാണ് വന്നതെന്നാണ് ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. വേരിയൻസ് ഓഫ് എക്സ് പ്ലസ് ബി ആണെങ്കിൽ അതിന്റെ ഉത്തരം എന്താണ്? എ സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ്. ഓക്കെ, അപ്പം ഇതാണ് അതിന്റെ ഒരു ഫസ്റ്റ് സെക്ഷൻ. ഇവിടുന്ന് തീർച്ചയായിട്ടും 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും വരുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ സെക്ഷനിലേക്ക് നമുക്ക് കയറാം. ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് 2 ഡിസ്ട്രിബ്യൂഷൻസ് പഠിക്കാനുണ്ട്. സെക്കൻഡ് മൊഡ്യൂളിൽ നമുക്ക് 3 ഡിസ്ട്രിബ്യൂഷൻസ് പഠിക്കാനുണ്ട്. ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത് 2 ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻസ് ആണ്. സ്വാഭാവികമായിട്ടും സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻസ് ആണ്. ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനുള്ള 2 ഡിസ്ട്രിബ്യൂഷൻസ്, ഫസ്റ്റ് ഓഫ് ഓൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ. ഏതൊക്കെയാണ്? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും പോയിസോൺ ഡിസ്ട്രിബ്യൂഷനും. ഓക്കെ, അപ്പൊ നമുക്ക് ആ 2 ഡിസ്ട്രിബ്യൂഷൻസിന്റെ തിയററ്റിക്കൽ കൺസെപ്റ്റ് അടിപൊളിയായിട്ട് അങ്ങ് പഠിക്കാം. സോ അപ്പൊ നമുക്ക് 2 മൊഡ്യൂൾസും കൂടെ കമ്പയർ ചെയ്ത് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യം സെറ്റ് ആക്കി. ദെൻ ഇനി നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ആദ്യത്തെ മൊഡ്യൂളിൽ നമുക്ക് 2 ഡിസ്ട്രിബ്യൂഷൻ പഠിക്കാനുണ്ട്, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. രണ്ടാമത്തെ മൊഡ്യൂളിൽ നമുക്ക് 3 പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ പഠിക്കാനുണ്ട്. മൊത്തത്തിൽ നമുക്ക് 5 പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ പഠിക്കാനുണ്ട്. അപ്പൊ 5 ഡിസ്ട്രിബ്യൂഷൻസിന്റെ തിയററ്റിക്കൽ കൺസെപ്റ്റ്. അപ്പൊ ഇത്രയും പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പ്രോബ്ലം കിട്ടിയാലും അപ്രോച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനുവേണ്ടി ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് ആദ്യം അങ്ങ് പഠിച്ച് സെറ്റ് ചെയ്ത് വെക്കണം. സോ അപ്പൊ ആദ്യമേ തന്നെ നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പഠിക്കും. ബൈനോമിയൽ പഠിച്ചതിന് ശേഷമേ നമ്മൾ എന്ത് പഠിക്കാവുള്ളൂ? പോയിസോൺ പഠിക്കാവുള്ളൂ. കാരണം ബൈനോമിയലിന്റെ ഒരു സ്പെഷ്യൽ കേസ് ആണ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനകത്തുള്ള ഓരോ ടേംസും അറിഞ്ഞാൽ മാത്രമേ, എന്തൊക്കെയാണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് പഠിക്കാൻ പറ്റുള്ളൂ? പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ പഠിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ദാറ്റ് ഇസ് എ സ്പെഷ്യൽ കേസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ഫോർമുല നോക്കാം. സോ ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ള ആദ്യത്തെ ഡിസ്ട്രിബ്യൂഷൻ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ഫോർമുലയാണ് നമ്മൾ ആദ്യമേ പഠിക്കേണ്ടത്. പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു സ്മോൾ എക്സ് ഈക്വൽ ടു എൻ സി എക്സ് പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ്. അപ്പൊ ഇതാണ് നമ്മുടെ ഫോർമുല. അടിപൊളിയായിട്ട് ഈ ഫോർമുല ആദ്യമേ പഠിക്കണം. പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു സ്മോൾ എക്സ് ഈക്വൽ ടു എൻ സി എക്സ് പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ്. ഒന്നുകൂടെ പറയാം. പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു സ്മോൾ എക്സ് ഇസ് ഈക്വൽ ടു എൻ സി എക്സ് പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ്. ഓക്കെ, എൻ സി എക്സ് ഒക്കെ അറിയാമല്ലോ. എൻ സി എന്ന് പറയുന്ന കോമ്പിനേഷൻ ആണ് കേട്ടോ. എൻ സി എക്സ് അത് നിങ്ങൾ +1 പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് എൻ പി ആർ എന്താണെന്നും എൻ സി ആർ എന്താണെന്നും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അവിടെ തന്നെ ബൈനോമിയൽ തിയറം എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എ പ്ലസ് ബി ഹോൾ റൈസ് ടു എന്നിന്റെ സ്റ്റാൻഡേർഡ് എക്സ്പാൻഷൻ ഒക്കെ വരുന്ന ചാപ്റ്റർ ആണ്. അവിടെ നിങ്ങൾ ഒരുപാട് എൻ സി ആർ, എൻ സി 1, എൻ സി 2, എൻ സി 3, 5C3, 5C4, 5C6 അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതേ സെയിം സാധനം തന്നെയാണ് ഇത്. എൻ സി ആർ ഈക്വൽ ടു, ഇപ്പം ആ സിയുടെ പ്രിഫിക്സിലാണ് എൻ എഴുതേണ്ടത്, സിയുടെ സഫിക്സിലാണ് ആർ എഴുതേണ്ടത്. കണ്ടോ? എൻ സി എക്സ് അവിടെ ആർ ആണ് കേട്ടോ. നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ അതായത് +1 പഠിച്ച ആർ ആയിരുന്നു, പക്ഷെ ഇവിടെ നിങ്ങൾക്ക് എക്സ് ആണ് കേട്ടോ. എൻ സി എക്സ് പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ്. എൻ സി എക്സ് പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ്. കാരണം പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റിൽ എക്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ചില ടെക്സ്റ്റിൽ ആറ് കാണാറുണ്ട്, നമുക്ക് എക്സ് മതി. എൻ സി എക്സ്
p raised to x q raised to n minus x. ഇതാണ് പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ x equal to സ്മോൾ x equal to ncx p raised to x q raised to n minus x. ഓക്കെ ആണല്ലോ. ഇനി ഓരോന്നും എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാം. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ട്രയൽസ് ആണ്. നമ്പർ ഓഫ് ട്രയൽസ് അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോയിൻ 5 പ്രാവശ്യം ടോസ് ചെയ്യുന്നു. അതായത് നമ്പർ ഓഫ് ട്രയൽസ് കൂടുതലാണെങ്കിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ആക്ച്വലി ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നത്. ഒരു കോയിൻ നമ്മൾ 10 പ്രാവശ്യം ടോസ് ചെയ്യുന്നു, ഒരു ഡൈ നമ്മൾ 15 പ്രാവശ്യം എറിയുന്നു. അപ്പം ആ ഒരു കേസിൽ നോർമലി സാമ്പിൾ സ്പേസ് എഴുതി പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഇവാലുവേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ. കാരണം അത്രയും 15 പ്രാവശ്യം ത്രോ ചെയ്യുന്നതിന്റെ സാമ്പിൾ സ്പേസ് നമുക്ക് എഴുതി ഉണ്ടാക്കാൻ പറ്റുമോ? ഇറ്റ് ഈസ് എഴുതി ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ നമുക്ക് വളരെ ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പം അങ്ങനത്തെ കേസുകളിൽ വളരെ പെട്ടെന്ന് തന്നെ പ്രോബ്ലം ഇവാലുവേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ഫോർമുല പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ x equal to സ്മോൾ x equal to ncx p raised to x q raised to n minus x. അവിടെ n എന്താണെന്ന് പറഞ്ഞു, നമ്പർ ഓഫ് ട്രയൽസ്. അപ്പം ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ എ കോയിൻ ഇസ് ടോസ്ഡ് 5 times, അപ്പൊ എന്നിന്റെ വാല്യൂ എന്താണ് 5. എ ഡൈ ഈസ് ത്രോൺ 10 times, അപ്പൊ എന്നിന്റെ വാല്യൂ എന്താണ് 10. അത് ലോജിക്കലായിട്ട് ഇപ്പോഴേ ഒന്ന് ഓർത്ത് വയ്ക്കാം. പി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് സക്സസ് ഓഫ് എ സിംഗിൾ ട്രയൽ, ഒരൊറ്റ ട്രയലിൽ. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കോയിൻ 10 പ്രാവശ്യം ടോസ് ചെയ്തു. സോ അപ്പോൾ അവിടെ n 10 ആണെന്ന് കിട്ടി എനിക്ക്. പി എന്ന് പറയുന്നത് എന്താണ്, എനിക്ക് ഹെഡ് കിട്ടണം എന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഹെഡ് കിട്ടണം. ഓക്കെ, അപ്പോൾ ഹെഡ് കിട്ടണം എന്ന് പറയുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് സക്സസ് എന്ന് പറയുന്നത് ഹെഡ് ആണ് അല്ലെ. നോർമലി അതിന്റെ പ്രോബബിലിറ്റി എന്താണ്, ഒരു ട്രയലിൽ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ് 1/2. സോ അപ്പോൾ പി അവിടെ 1/2 ആണ്. അതായത് പ്രോബബിലിറ്റി ഓഫ് സക്സസ് ഓഫ് എ സിംഗിൾ ട്രയൽ, ഒരൊറ്റ പ്രാവശ്യം ചെയ്യുമ്പോൾ ഉള്ള സക്സസിന്റെ പ്രോബബിലിറ്റി ആണ് പി. കറസ്പോണ്ടിംഗ്ലി ഒരൊറ്റ പ്രാവശ്യം അത് ചെയ്യുമ്പോഴുള്ള ഫെയിലിയറിന്റെ പ്രോബബിലിറ്റി ആണ് ക്യൂ. പി പ്ലസ് ക്യൂ എപ്പോഴും 1 ആയിരിക്കണം. വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. കാരണം പ്രോബബിലിറ്റി ഓഫ് സക്സസും പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയറും കൂടെ കൂട്ടി എനിക്ക് 1 കിട്ടിയേ പറ്റത്തുള്ളൂ. കാരണം എന്താണ്, ഒരു റാൻഡം എക്സ്പെരിമെന്റിന്റെ ടോട്ടൽ പ്രോബബിലിറ്റി 100% എന്തായിരിക്കണം, 1 ആയിരിക്കണം. ഓക്കെ, സോ പി എന്ന് പറയുന്നത് എന്താണ്, പ്രോബബിലിറ്റി ഞാൻ പ്രോബെന്ന് എഴുതുന്നു കേട്ടോ, നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തോണേ. പ്രോബബിലിറ്റി ഓഫ് സക്സസ് ഞാൻ ഇങ്ങനെ പകുതി വരെ എഴുതുന്നുള്ളൂ. ഓഫ് പ്രോബബിലിറ്റി ഓഫ് സക്സസ് ഓഫ് 1 ട്രയൽ, ഒരൊറ്റ ട്രയലിന്റെ പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആണ് എന്തെന്ന് പറയുന്നത് പി എന്ന് പറയുന്നത്. കറസ്പോണ്ടിംഗ്ലി ക്യൂ എന്ന് പറയുന്നത് എന്താണ്, പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ ഓഫ് 1 ട്രയൽ. പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ ഓഫ് 1 ട്രയൽ. പി പ്ലസ് ക്യൂ അപ്പൊ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടണം, പി പ്ലസ് ക്യൂ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടിയേ പറ്റുള്ളൂ, 1 കിട്ടിയേ പറ്റത്തുള്ളൂ. വെരി വെരി ഇമ്പോർട്ടന്റ് ഇക്വേഷൻ. പി പ്ലസ് ക്യൂ ഇസ് ഈക്വൽ ടു എന്താണ് 1, 5-star ഇക്വേഷൻ ആണ്. അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇത് വെച്ചിട്ടാണ് നമ്മൾ ക്യൂ കണ്ടുപോയത്. നമുക്ക് ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ, നമുക്ക് ഈ പ്രോബ്ലം ചെയ്യണം എന്നുണ്ടെങ്കിൽ പിയും ക്യൂവും വേണമല്ലോ. അപ്പൊ പി കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ക്യൂ കണ്ടുപിടിച്ചൂടെ, എന്ത് ചെയ്താൽ മതി, ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. ഇവിടെ പിയുടെ വാല്യൂ കൊടുത്താൽ എനിക്ക് അവിടുന്ന് ക്യൂ കിട്ടിക്കൂടെ. ഇറ്റ്സ് വെരി സിമ്പിൾ. പിന്നെ ഓർത്തിരിക്കേണ്ടത്, അപ്പൊ ഇത്രയാണ് ബേസിക് ആയിട്ട് പറയാനുള്ളത്. അപ്പം n എന്താണെന്ന് പറഞ്ഞു, പി പറഞ്ഞു, ക്യൂ പറഞ്ഞു. പിന്നെ പറയാനുള്ളത് എക്സ് ആണ്. എക്സ് നമുക്ക് പ്രോബ്ലത്തിൽ പറയുന്ന നമ്പർ ഓഫ് കേസ് ആണ് കേട്ടോ. അത് പ്രോബ്ലത്തിൽ നിന്ന് കിട്ടുന്ന ആളാണ് എക്സ്. ജനറൽ ആയിട്ട് ഇത്രയാണ് പറയാനുള്ളത്. സ്മോൾ എക്സ് ഓരോ പ്രോബ്ലം മാറുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അത് നമുക്ക് പ്രോബ്ലത്തിലൂടെ പറയാം. അപ്പൊ അതാണ് കൂടുതൽ കൺവീനിയന്റ്. ഓക്കെ, പിന്നെ ഓർത്തിരിക്കേണ്ടത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ, ഡെറിവേഷനും ഉൾപ്പെടെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സാറിന് എക്സാമിന് ചോദിക്കാറുള്ളതാണ്. മീൻ എന്ന് പറയുന്നത് NP. അപ്പം ഡെറിവേഷൻ ഇസ് എ പ്രോബ്ലം. നമ്മൾ ഇവിടെ തിയററ്റിക്കൽ കൺസെപ്റ്റ്സ് മാത്രമാണ് പറയുന്നത്. പ്രോബ്ലം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം ഒന്ന് പറയാണ് എന്തൊക്കെ പഠിച്ചിരിക്കണം എന്നുള്ളത്. സോ മീൻ എന്താണ് NP, വേരിയൻസ് എന്ന് പറയുന്നത് എന്താണ്, വേരിയൻസ് NPQ. പിയും ക്യൂ ഒക്കെ എന്താണെന്ന് പറഞ്ഞു. മീൻ NP ആണ്, വേരിയൻസ് എന്താണ് NPQ. ഇതിന്റെ ഡെറിവേഷൻ ഇമ്പോർട്ടന്റ് ആണ്, സാറിന് എക്സാമിന് ചോദിക്കാറുള്ളതാണ്. നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. കാരണം ഡെറിവേഷൻ ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പ്രോബ്ലത്തിന്റെ കൂട്ടത്തിൽ ഡിസ്കസ് ചെയ്യാം. പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഡെറിവേഷനും കൂടെ പറഞ്ഞു പോകാം. അത് ചോദിക്കുന്നതാണ് കേട്ടോ എക്സാമിന്. ഡിറൈവ് ദി മീൻ ആൻഡ് വേരിയൻസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, അല്ലെങ്കിൽ മീൻ മാത്രമായിട്ട് വേണമെങ്കിലും ചോദിക്കാം. ഡിറൈവ് ദി മീൻ ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ 3 മാർക്കിന് അല്ലെങ്കിൽ 5 മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റൻ ആണ്. ഓക്കെ, അപ്പം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ x equal to സ്മോൾ x equal to ncx p raised to x q raised to n minus x. P എന്ന് പറയുന്ന പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് സക്സസ് ഓഫ് 1 ട്രയൽ. Q എന്ന് പറയുന്ന പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് ഫെയിലിയർ ഓഫ് 1 ട്രയൽ. N എന്ന് പറയുന്ന നമ്പർ ഓഫ് ട്രയൽസ് കൂടുതലാണെങ്കിലാണ് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എസ്പെഷ്യലി യൂസ് ചെയ്യുന്നത്. അത്രയും പോയിന്റ്സ് ഒക്കെ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ പറഞ്ഞത് P plus Q is equal to 1 ആണ്.
ഓക്കെ, മീൻ എന്ന് പറയുന്നത് NP ആണ്, വേരിയൻസ് എന്ന് പറയുന്നത് NPQ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അടിപൊളിയായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ തിയററ്റിക്കൽ കൺസെപ്റ്റ്സിനകത്ത് എനിക്ക് പറയാനുള്ളത്. സെറ്റ് അല്ലേ? ഇനിയിപ്പോൾ അടുത്ത ഡിസ്ട്രിബ്യൂഷൻ, പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ. ഒരു കാര്യം കൂടെ പറയട്ടെ, പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ഇസ് എ സ്പെഷ്യൽ കേസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ഒരു സ്പെഷ്യൽ കേസ് ആണ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ. അതുകൊണ്ടാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ പഠിക്കണമെന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് നോക്കാം, പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് നോക്കാം. യെസ്, അപ്പൊ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിലെ അടുത്ത ഡിസ്ട്രിബ്യൂഷനിലേക്ക് നമ്മൾ കയറുന്നു, പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ. പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ. സോ അപ്പൊ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ തന്നെ ഒരു സ്പെഷ്യൽ കേസ് ആണ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല, ഫോർമുല കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കണം. പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ f of x equal to e raised to minus lambda lambda raised to x divided by x factorial. E raised to minus lambda lambda raised to x by x factorial. This is the basic formula of distribution function of Poisson distribution. F of x equal to e raised to minus lambda. PDF of Poisson distribution is e raised to minus lambda lambda raised to x by എന്താണ് x factorial. ഓക്കെ, അപ്പൊ ഓരോന്ന് എന്തൊക്കെയാണെന്ന് പറയാം. നമുക്ക് എക്സ് ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടുന്നതാണ്. എക്സ് ഈക്വൽ ടു എന്താണ് 0 1 2 3, അതെന്താണെന്ന് ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടും. ഇ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, 2 പോയിന്റ് സംതിങ്, ഒരു കോൺസ്റ്റന്റ് ആണ്. ദെൻ അത് എക്സ്പോണൻഷ്യൽ എടുക്കാൻ അറിയില്ല, കാൽക്കുലേറ്റർ യൂസ് ചെയ്യേണ്ട സാധനമാണ് കേട്ടോ. അത് ഇ റേസ് ടു ഒക്കെ എങ്ങനെയാണ് കാൽക്കുലേറ്റർ, ഇ ഓഫ് എന്നാണ് എടുക്കേണ്ടത് കാൽക്കുലേറ്ററിൽ. അത് അറിയാവുന്ന ആരോട് ചോദിച്ച് കറക്റ്റായിട്ട് മനസ്സിലാക്കണേ. കാരണം ഇതൊക്കെ കാൽക്കുലേറ്ററിൽ ചെയ്ത് കിട്ടി ഉറപ്പുവരുത്തിയിട്ട് എക്സാമിന് പോകാവുള്ളൂ. അവിടെ ചെല്ലുമ്പോഴത്തേക്കും സിന്റാക്സ് എറർ എന്നൊക്കെ ആയിരിക്കും കാണിക്കുന്നത്, ഇയുടെ പവറിലൊക്കെ എന്തെങ്കിലും എഴുതാൻ പോയി കഴിഞ്ഞാൽ. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് നോക്കി മനസ്സിലാക്കണം. ദെൻ എക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു. പിന്നെ ലാംഡ. ലാംഡ എന്ന് പറയുന്നത് സിംപ്ലി NP ആണ് കേട്ടോ. NP, എന്നും പിയും എല്ലാം ഓൾറെഡി പഠിച്ചു കഴിഞ്ഞല്ലോ. N എന്ന് പറയുന്നത് എന്താണ്, എവിടെ പഠിച്ച എന്നാണ് ഇത്, തൊട്ടുമേളിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ പഠിച്ച N തന്നെയാണ് ഇത്. തൊട്ടുമേളിൽ പഠിച്ച P തന്നെയാണ് ഇത്. ലാംഡ എന്ന് പറയുന്നത് എന്താണ്, NP. ഓക്കെ, ക്ലിയർ ആയോ? N എന്ന് പറയുന്നത് എന്താണ്, നമ്പർ ഓഫ് ട്രയൽസ് ആണ്. P എന്ന് പറയുന്നത് എന്താണ്, സക്സസിന്റെ പ്രോബിലിറ്റി ഓഫ് സക്സസ് ഓഫ് സിംഗിൾ ട്രയൽ. സോ ദാറ്റ് ഈസ് P. ഇനി എപ്പോഴാണ് ഇത് യൂസ് ചെയ്യേണ്ടത് എങ്കിൽ പിന്നെ എനിക്ക് നേരത്തെ N-ഉം P-യും ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് നേരത്തെ പറഞ്ഞ ബൈനോമിയൽ തന്നെ അങ്ങ് യൂസ് ചെയ്ത് പോയാൽ മതിയായിരുന്നല്ലോ. അപ്പൊ ബൈനോമിയലിന് എടുത്ത് പറയുകയാണെങ്കിൽ ബൈനോമിയൽ യൂസ് ചെയ്യുക. ഇനി സപ്പോസ് പോയിസോൺ എന്ന ക്വസ്റ്റ്യനിൽ എടുത്ത് പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ ഇക്വേഷൻ വെച്ച് യൂസ് ചെയ്യുക. രണ്ടും പറയുന്നില്ലെങ്കിൽ എങ്ങനെ മനസ്സിലാവും, ഏതാണ് യൂസ് ചെയ്യേണ്ടതെന്ന് എങ്ങനെ മനസ്സിലാവും, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. രണ്ടും പറയുന്നില്ല, അത് ബൈനോമിയൽ വെച്ച് ചെയ്യാനും പറയുന്നില്ല, പോയിസോൺ വെച്ച് ചെയ്യാനും പറയുന്നില്ല. അപ്പൊ എങ്ങനെ മനസ്സിലാവും, N-ന്റെ വാല്യൂ വളരെ കൂടുതലും കറസ്പോണ്ടിംഗ്ലി പിയുടെ വാല്യൂ വളരെ കുറവുമാണെങ്കിൽ വി ക്യാൻ ഗോ വിത്ത് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ. അതായത് N-ന്റെ വാല്യൂ വളരെ കൂടുതൽ കാണിക്കാനായിട്ട് ഞാനൊരു അപ്വേർഡ് ആരോ മാർക്കാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ബിടെക് സ്റ്റുഡൻസ് അല്ലേ, അപ്പൊ നിങ്ങൾ എപ്പോഴും ഇൻക്രീസിങ് കാണിക്കാനായിട്ട് ഒരു അപ്വേർഡ് ആരോ മാർക്കും ഡിക്രീസിങ് കാണിക്കാനായിട്ട് ഒരു ഡൗൺവേർഡ് ആരോ മാർക്കുമാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പൊ പിയുടെ വാല്യൂ കറസ്പോണ്ടിംഗ്ലി വളരെ കുറവുമാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ ആണ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ. N-ന്റെ വാല്യൂ വളരെ കൂടുതലും കറസ്പോണ്ടിംഗ്ലി പിയുടെ വാല്യൂ വളരെ കുറവാണെങ്കിൽ നമുക്ക് എന്തുമായിട്ട് പോകാം, പോയിസോണുമായിട്ട് മുന്നോട്ട് പോകാം. അല്ലെങ്കിൽ അവർ ക്വസ്റ്റ്യനിനകത്ത് പറയും പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യാൻ. പിന്നെ ഒരു തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ഇവിടുന്ന് വരുന്നത് ഡിറൈവ് മീൻ ആൻഡ് വേരിയൻസ് ഓഫ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ. മീൻ ലാംഡയാണ് കേട്ടോ. അപ്പൊ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ഓർത്തിരിക്കേണ്ട പോയിന്റ്സ്, ഇവിടെ കിട്ടുന്ന മീൻ എന്ന് പറയുന്നത് ലാംഡയാണ്, വേരിയൻസും എനിക്ക് ലാംഡയാണ് കിട്ടുന്നത് കേട്ടോ. വേരിയൻസും എന്ത് തന്നെയാണ്, ലാംഡ തന്നെയാണ്. അപ്പൊ ഇത് ഡിറൈവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഡെറിവേഷൻ എല്ലാം നമ്മൾ വരുന്ന ക്ലാസ്സുകളിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം സംഭവം എന്താണെന്ന് കറക്റ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. അപ്പം മീൻ എന്ന് പറയുന്നത് എന്താണ്, ലാംഡയാണ്. വേരിയൻസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ലാംഡ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷനകത്ത് പഠിക്കാനുള്ളത്. ഇനി എനിക്ക് രണ്ടാമത്തെ മൊഡ്യൂളിൽ 3 ഡിസ്ട്രിബ്യൂഷൻസ് പഠിക്കാനുണ്ട്. ആ ഡിസ്ട്രിബ്യൂഷൻസിന്റെ പരിപാടികളിലേക്ക് നമുക്ക് പോകാം. സോ അപ്പൊ നമുക്കിനി മൊഡ്യൂൾ 2-ൽ ഡിസ്കസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസിലേക്ക് കിടക്കാം. 3 എണ്ണമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ uniform distribution, then exponential distribution, then the one and only king normal distribution. Very important ആണ്, എക്സാമിന് സാധാരണ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ. അതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ പ്ലേലിസ്റ്റ് കിടപ്പുണ്ട്, മസ്റ്റ് ആയിട്ട് അത് കണ്ടു നോക്കണം. സോ അപ്പൊ നമുക്ക് നേരെ കയറാം യൂണിഫോം ഡിസ്ട്രിബ്യൂഷനിലേക്ക്. യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അടുത്ത ഡിസ്കസ് ചെയ്യാനുള്ളത് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ. അടുത്ത ഡിസ്കസ് ചെയ്യാനുള്ളത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഈ 3 ഡിസ്ട്രിബ്യൂഷൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്ത് വരാം.
ഫസ്റ്റ് ഓഫ് ഓൾ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ. യൂണിഫോം ഡിസ്ട്രിബ്യൂഷനകത്ത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ബീറ്റ മൈനസ് ആൽഫ ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബീറ്റ ആൻഡ് 0 എൽസ്. ഇതാണ് നമ്മുടെ യൂണിഫോം ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ PDF. ദെൻ ഇതിന്റെ മീൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മീൻ ഇസ് ഈക്വൽ ടു, ഇതിന്റെ ഡെറിവേഷൻ എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. അതായത് ഒരു ഇന്റർവെൽ, അതായത് ആൽഫ ടു ബീറ്റ എന്ന് പറയുന്ന ഒരു ഇന്റർവെല്ലാണ് നമ്മുടെ പരിപാടി നടക്കുന്നതെങ്കിൽ അവിടുത്തെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് എഫ് ഓഫ് എക്സ് 1 ബീറ്റ മൈനസ് ആൽഫ. അതാണ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണ്, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണിത്. സോ അവിടുത്തെ മീൻ എന്ന് പറയുന്നത്, പ്രോബ്ലം വരുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പറയാം. മീൻ എന്ന് പറയുന്നത് ഇതിന്റെ ഡെറിവേഷൻ സാറിന് എക്സാമിന് ചോദിക്കാറുണ്ട്. ഡിറൈവ് ദി മീൻ ആൻഡ് വേരിയൻസ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, ഒരു എസ്എ ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടന്റ് ആണ്. മീൻ എന്ന് പറയുന്നത് ആൽഫ പ്ലസ് ബീറ്റ ബൈ 2 ആണ്. വേരിയൻസ് എന്ന് പറയുന്നത് ബീറ്റ മൈനസ് ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ 12. ഇതാണ് വേരിയൻസിന്റെ ഫോർമുല. മീൻ ആൽഫ പ്ലസ് ബീറ്റ ബൈ 2, വേരിയൻസ് എന്താണ് ബീറ്റ മൈനസ് ആൽഫയുടെ സ്ക്വയർ ബൈ 12. ഇത്രയും കാര്യങ്ങളാണ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് ഓർത്തിരിക്കേണ്ടത്. ദെൻ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷന്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലാംഡ ഇ റൈസ് ടു മൈനസ് ലാംഡ എക്സ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് 0 എൽസ്. ഹിയർ ലാംഡ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ്. അയാൾ വെച്ചിട്ടാണ് നമ്മൾ മീനും വേരിയൻസും പറയുന്നത്. മീൻ എന്ന് പറയുന്നത് 1 ബൈ ലാംഡ, വേരിയൻസ് എന്ന് പറയുന്നത് 1 ബൈ ലാംഡ സ്ക്വയർ. ഇപ്പൊ ഫോർമുലാസ് എല്ലാം കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കാം കേട്ടോ. ഇപ്പൊ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ഫോർമുല എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ബൈ ബീറ്റ മൈനസ് ആൽഫ, ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബീറ്റ, മീൻ ആൽഫ പ്ലസ് ബീറ്റ ബൈ 2, വേരിയൻസ് ബീറ്റ മൈനസ് ആൽഫയുടെ സ്ക്വയർ ബൈ 12. എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷന്റെ ഫോർമുല എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലാംഡ, എക്സ്പോണൻഷ്യൽ എന്ന് പറയുമ്പോൾ ഒരു ഇ കാണുമല്ലോ, ഇ റൈസ് ടു മൈനസ് ലാംഡ എക്സ്. ദെൻ മീൻ എന്ന് പറയുന്നത് എന്താണ്? 1 ബൈ ലാംഡ ആണ്. വേരിയൻസ് എന്താണ്? 1 ബൈ ലാംഡ സ്ക്വയർ. ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ എക്സ് 0 മുതൽ അങ്ങോട്ട് ഏത് വാല്യൂ വേണമെങ്കിലും എടുക്കാം. പക്ഷേ ഇൻ ദ കേസ് ഓഫ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എക്സ് ഷുഡ് ലൈസ് ബിറ്റ്വീൻ ദ ഗിവൺ ഇന്റർവെൽ. ഒരു ഇന്റർവെൽ എന്നിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ അത് യൂണിഫോം ആയിരിക്കും എന്ന് ഉറപ്പിക്കാം. കാരണം ആൽഫ ടു ബീറ്റ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ എക്സിന് മുകളിലുള്ള ആരെ വേണമെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻ അനുസരിച്ച് എടുക്കാം. ദെൻ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, അതിന്റെ ഏറ്റവും ബേസിക് ഇക്വേഷൻ വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, കാരണം എക്സാമിന് അത് ഒരിക്കലും വരാറില്ല. 1 ബൈ സിഗ്മ റൂട്ട് 2 പൈ ഇ റൈസ് ടു മൈനസ് ഓഫ് എക്സ് മൈനസ് മ്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ സിഗ്മ സ്ക്വയർ എന്നൊക്കെ പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. എക്സ് മൈനസ് മ്യൂ സ്ക്വയർ ബൈ 2 സിഗ്മ സ്ക്വയർ. ഈ ഇക്വേഷൻ വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. 2 സിഗ്മ സ്ക്വയർ വേർ മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പ്ലസ് ഇൻഫിനിറ്റി. ഇവിടെ പക്ഷെ ഓർത്തിരിക്കുക, ഇതാണ് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കേട്ടോ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ബൈ സിഗ്മ റൂട്ട് 2 പൈ ഇ റൈസ് ടു മൈനസ് ഓഫ് എക്സ് മൈനസ് മ്യൂ സ്ക്വയർ ബൈ 2 സിഗ്മ സ്ക്വയർ. ഈ 2 ഇതിന്റെ കൂടെ ഉള്ളതാണ് കേട്ടോ, 2 സിഗ്മ സ്ക്വയർ. ഇതെല്ലാം പവറിലാണ്, ഈയുടെ പവറിലാണ് ഈ മൊത്തം, മൈനസ് ഓഫ് എക്സ് മൈനസ് മ്യൂ സ്ക്വയർ ബൈ 2 സിഗ്മ സ്ക്വയർ. ഇവിടെ ഓർത്തിരിക്കേണ്ട വളരെ, ഇപ്പൊ ഇത് പഠിച്ചില്ലെങ്കിൽ നോ പ്രോബ്ലം കേട്ടോ, പഠിച്ചില്ലെങ്കിൽ നോ പ്രോബ്ലം. പഠിക്കാനുള്ള കാര്യം ഇനിയാണ് പറയാൻ പോകുന്നത്. ദെൻ നൊട്ടേഷൻസ്, നോർമൽ ഡിസ്ട്രിബ്യൂഷനിലെ നൊട്ടേഷൻസ്. ഇത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പഠിക്കുന്ന സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഹിയർ മ്യൂ എന്ന് പറയുന്നത് മീൻ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. സിഗ്മ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ SD. സിഗ്മ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത SD. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് സംശയമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. മ്യൂ എന്ന് പറയുന്ന മീൻ, സിഗ്മ എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ദെൻ ഈ എക്സിനെ നമ്മൾ ഇക്സഡിലേക്ക് മാറ്റിയിട്ടാണ് പ്രോബ്ലം ചെയ്യുന്നത്. ഇക്സഡ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ. ഈ ഫോർമുലയാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. 5 സ്റ്റാർ ഫോർമുല, വെരി വെരി ഇമ്പോർട്ടന്റ്. ഇക്സഡ് ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ. അപ്പം എക്സ് നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടും. മ്യൂ എന്താണെന്ന് നമുക്കറിയാം. മ്യൂ എന്ന് പറയുന്നത് എന്താണ്? മീൻ. സിഗ്മ എന്താണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പൊ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും മീനും അവർ ക്വസ്റ്റ്യനകത്ത് തരുന്നുണ്ടായിരിക്കും. ദെൻ നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ, ദിസ് ഈസ് ദ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ. വെരി വെരി ഇമ്പോർട്ടന്റ് ഫോർമുല. എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ. ഇതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ടേബിൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഒരു ടേബിൾ കൊണ്ട് കയറാമല്ലോ, എക്സാമിനേഷനിൽ ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ കൊണ്ട് കയറാമല്ലോ. അപ്പൊ അതിനകത്ത് നമ്മൾ ഒരു ബെൽ ഷേപ്ഡ് കർവിന്റെ താഴെയാണ് ഈ ടേബിൾ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് നോക്കിയാണ് ഇതിന്റെ പ്രോബ്ലംസ് ഒക്കെ ചെയ്തെടുക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന കർവ് എന്താണ്? ഒരു ബെൽ ഷേപ്ഡ് കർവ് ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ഇതൊക്കെ.
ഒരു ബെൽ ഷേപ്ഡ് കർവ് ആണ് നോർമൽ ഡിസ്ട്രിബ്യൂഷനിലൂടെ കിട്ടുന്നത്. അതിന്റെ എക്സാക്ട് നടുക്കെന്ന് പറയുന്നത് അതിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വരുന്നുണ്ട്. 0.5 വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. എക്സാക്ട് ഹാഫ് 1/2 അങ്ങനെയൊക്കെ ഒരുപാട് എക്സ്പ്ലനേഷൻസ് ഉണ്ട്. അതൊക്കെ ഇപ്പൊ ആവശ്യമില്ല, കാരണം ഇതിന്റെ ഡീറ്റെയിൽഡ് ക്ലാസ് ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എക്സ്ട്രാ പ്രോബ്ലം ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ ചെയ്യും. എക്സാം സ്പെഷ്യൽ സീരീസ് ആണല്ലോ നമ്മൾ ചെയ്യുന്നത്. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷനകത്ത് പഠിക്കാനുള്ളത്. അപ്പം പെട്ടെന്നൊരു റിവിഷൻ. ഇപ്പൊ ലാസ്റ്റ് പഠിച്ച 3 ഡിസ്ട്രിബ്യൂഷൻസ്, അതിലത്തെ ഫസ്റ്റിലത്തെ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ. f of x equal to 1/β minus alpha, alpha less than or equal to x less than or equal to beta and 0 else. അത്രയും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. മീൻ ആൽഫ പ്ലസ് ബീറ്റ ബൈ 2 ആണ്. വേരിയൻസ് എന്താണ്? ബീറ്റ മൈനസ് ആൽഫയുടെ സ്ക്വയർ ബൈ 12. ഓക്കെ. ദെൻ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ, ലാംഡ ഇ റൈസ് ടു മൈനസ് ലാംഡ എക്സ്, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 else. മീൻ 1 ലാംഡ, വേരിയൻസ് 1 ലാംഡ സ്ക്വയർ. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ഈക്വേഷൻ പഠിക്കണമെന്നില്ല. 1 sigma root 2 pi e raised to minus of x minus mu square by 2 sigma square where minus infinity less than or equal to x less than or equal to plus infinity എന്ന് പറഞ്ഞു വേണമെങ്കിൽ ഓർത്തിരിക്കാം. പക്ഷേ മ്യൂ മീൻ ആണെന്നും സിഗ്മ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെന്നും മസ്റ്റായിട്ട് ഓർത്തിരിക്കണം. സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ റിലേറ്റ് ചെയ്ത് ഓർത്തിരിക്കേണ്ട ഇക്വേഷൻ എന്താണ്? x മൈനസ് മ്യൂ ബൈ സിഗ്മയാണ് ഇക്സഡ് എന്ന് പറയുന്നത്. ദെൻ നമുക്ക് കിട്ടുന്ന കർവ് എന്ന് പറയുന്നത് ഒരു ബെൽ ഷേപ്ഡ് കർവ് ആണ്. ഒരു ബെല്ലിന്റെ ഷേപ്പ് അല്ലേ? ഒരു ബെൽ ഷേപ്ഡ് കർവ് ആണ്. നമ്മുടെ സൈക്കിളിന്റെ ഒക്കെ ബെല്ലാണ്, പണ്ടത്തെ സൈക്കിളിന്റെ ഒക്കെ ഒരു ബെല്ല് കണ്ടിട്ടില്ലേ? ഒരു ബെൽ ഷേപ്ഡ് കർവ് ആണ് നമുക്ക് കിട്ടുന്നത്. ക്ലിയർ? അല്ലെങ്കിൽ ഒരു മണിയുടെ ഷേപ്പ് അല്ലേ? കറക്റ്റ് ഒരു ബെൽ ഷേപ്പ് അല്ലേ? അമ്പലത്തിലേക്ക് ബെല്ലിന്റെ ഷേപ്പ് അല്ലേ? ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നേരത്തെ പഠിച്ച കാര്യങ്ങളെല്ലാം പക്കയാണെന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ 2 മൊഡ്യൂളിലെ തിയറട്ടിക്കലായിട്ട് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ഇനിയെല്ലാം പ്രോബ്ലംസ്. അപ്പൊ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോബ്ലംസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സോ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആദ്യത്തെ 2 മൊഡ്യൂളുകളിലെ സെലക്റ്റഡ് ആയിട്ടുള്ള എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലംസുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ടിൽ ദെൻ ടാറ്റ.